ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വെന്യുവിന്റെ HS6 വേരിയന്റ് ആണ്. 1.2 പെട്രോൾ എഞ്ചിൻ വരുന്നതിൽ ടോപ്പ് എൻഡ് വേരിയന്റ് HS6 വേരിയന്റ് ആണ്. HS6 വേരിയന്റിൽ പിന്നെ നമുക്ക് ടർബോ പെട്രോൾ എഞ്ചിൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഓട്ടോമാറ്റിക്കും മാനുവലും വരുന്നുണ്ട്. ഡീസൽ എഞ്ചിൻ HS6 വരുന്നില്ല. ഇപ്പോൾ HX5 വേരിയന്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ള വെന്യു വേണം. അതല്ല ടോപ്പ് എൻഡിന്റെ അതേ ലുക്കുള്ള ഒരു വെന്യു വേണമെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ HS6 വേരിയന്റ് ആണ്. ടോപ്പ് എൻഡിന്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കിലാണ് ഈ HX വേരിയന്റ് ഹ്യുണ്ടായി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത്, എത്രയാണ് ഈ വേരിയന്റിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. വെന്യു HS6 വേരിയന്റ് 1.2 പെട്രോൾ എഞ്ചിനിലെ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് HS6 വേരിയന്റ്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ സെക്കൻഡ് വേരിയന്റും നമ്മളുടെ HS6 വേരിയന്റ് ആണ്. HS6 വേരിയന്റിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഡീസൽ വരുന്നില്ല, പെട്രോൾ മാത്രമാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് നിങ്ങൾ വാങ്ങുന്നവർ HX5 വേരിയന്റ് ആയിരിക്കും ഫസ്റ്റ് കൺസിഡർ ചെയ്യുക. HX5 വേരിയന്റിന്റെ ലുക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു മിഡ് വേരിയന്റിന്റെ ലുക്കായിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. എന്നാൽ ടോപ്പ് എൻഡിന്റെ അതേ ലുക്ക് വേണം, അത്രയും ബഡ്ജറ്റ് ഇല്ല എന്നുള്ളവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയന്റ് ആണ് ശരിക്കും ഈ HS6 വേരിയന്റ്. ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സാക്ട്ലി ടോപ്പ് എൻഡിന്റെ സിമിലർ ലുക്കാണ് ഈ വാഹനം നമുക്ക് തരുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള L ഷേപ്പിലുള്ള ആ ഒരു DRL കൊടുത്തിരിക്കുന്നു. അത് LED ആയിട്ടാണ് വരുന്നത്. അതിന് ടോപ്പിലായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു 4 സ്ലോട്ട് ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റുകൾ കാണാം. ഫ്രണ്ടിലെ ഗ്രില്ലിൽ നമുക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ അല്ലെങ്കിൽ ബ്രഷ്ഡ് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ ആ ഒരു സ്കിഡ് പ്ലേറ്റ് കാണാം. 195 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ആ സിൽവർ ഫിനിഷിലുള്ള സ്കിഡ് പ്ലേറ്റ് കാര്യങ്ങൾ ആണ് ഈ വേരിയന്റിൽ വരുന്നത്. ഫ്രണ്ടിൽ ക്യാമറ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇത് ജസ്റ്റ് റിഫ്ലക്ടേഴ്സ് മാത്രമാണ്. ഇവിടെ ലൈറ്റ്സ് കാര്യങ്ങൾ കണക്റ്റഡ് DRL ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ടോപ്പിൽ ഹ്യുണ്ടായുടെ ലോഗോ. വശങ്ങളിലേക്ക് വരുമ്പോഴാണെങ്കിലും ഇതിപ്പോൾ ഇതിൻ്റെ 1.2 പെട്രോൾ എഞ്ചിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. അതിനകത്ത് നമുക്ക് അലോയ്സ് ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് ഒരു വീൽ കപ്പ് കാര്യങ്ങളാണ് വരുന്നത്. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 1.5 1.2 പെട്രോൾ എഞ്ചിനിലെല്ലാം വരുന്നത് 195/65 15 ഇഞ്ച് വീൽസ് ആണ്. അത് നമ്മളുടെ ടർബോ പെട്രോളിലും 1.5 ഡീസലിലും 215/60 ആണ് ടയർ സൈസ് വരുന്നത്. ഇതിപ്പോൾ അലോയ്സ് പോലെ തോന്നിക്കുന്ന വീൽ കപ്പ് കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നു. വശങ്ങളിലായിട്ട് നമുക്ക് ബ്ലാക്ക് ക്ലാഡിങ് പോകുന്ന കാണാം. ഈ വാഹനം ബ്ലാക്ക് ആയതുകൊണ്ട് അത് നമുക്ക് എടുത്ത് കാണിക്കാത്തതാണ്. അപ്പോൾ വൈറ്റ് കളറൊക്കെ ആണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള രീതിയിലാണ് ക്ലാഡിങ് പോകുന്നത്. മിറേഴ്സിൽ നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. കീലെസ് എൻട്രിയുടെ ഫീച്ചർ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ 1.2 പെട്രോൾ എഞ്ചിനിൽ കീലെസ് എൻട്രിയുടെ ഫീച്ചർ വരുന്ന ഒരേ ഒരു വേരിയൻറ്റും ഈ ഒരു HS6 വേരിയൻ്റ് ആണ്. അതിനകത്ത് റിക്വസ്റ്റ് സെൻസർ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിലാണെങ്കിൽ ഒരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. റൂഫ് റെയിൽസ് സ്റ്റാർട്ട് ചെയ്യുന്ന വെന്യുവിൻ്റെ വേരിയൻറ്റും ഈ HS6 വേരിയൻ്റ് ആണ്. നമുക്ക് സൺറൂഫ് കാണാനായിട്ട് പറ്റും. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. ഇതിനിപ്പോൾ ഈ ഒരു പോർഷനിൽ മാത്രമാണ് നമുക്കൊരു ബ്ലാക്ക് വൈറ്റ് ഫിനിഷ് വരുന്നത്. അതിനകത്ത് വെന്യു എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് നമുക്ക് കാണാനായിട്ട് പറ്റും. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ വൈപ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റ് നമ്മുടെ HS6 വേരിയൻ്റ് ആണ്. HX5 വരെ ബാക്കിൽ ഡിഫോഗർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. അതിനടുക്ക് ഹൈ മൗണ്ടർ സ്റ്റോപ്പ് ലാമ്പ് വരുന്നു. ബാക്കിൽ ഷാർപ്പിന് ആൻറ്റിന കാണാം. വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡിഫോഗർ ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. കണക്റ്റഡ് ടെയിൽ ലൈറ്റ് വരുന്നില്ല. നമുക്ക് ഇത് LED ആയിട്ട് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിൽ ഈ 3 ലൈറ്റും പിന്നെ ഈ ഡ്രോപ്പ് ലൈറ്റുമാണ് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുക. ടെയിൽ ലൈറ്റ് ആയിട്ട് ഈ ഒരു പോർഷൻ മാത്രമാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇവിടെ താഴെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. 4 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറ ബാക്കിൽ കാണാം. റിവേഴ്സ് ലൈറ്റ് ഇവിടെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലും നമുക്ക് ആ സിൽവർ ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റ് കാര്യങ്ങൾ കാണാം. ബാക്കിലും 2 റിഫ്ലക്ടേഴ്സ് കോർണറിലായിട്ട് കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 375 ലിറ്റർ ആണ് അതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ്. പാഴ്സൽ ട്രേ ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. 60/40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ സെയിം സൈസ് ആയിട്ടുള്ള 195/65 തന്നെയാണ് സ്പെയർ വീല് വരുന്നത്. അതെല്ലാ വേരിയൻറ്റിലും സ്പെയർ വീല് കൊടുത്തിരിക്കുന്നത് ബേസ് വേരിയൻറ്റിൽ വരുന്ന ടയറുകൾ തന്നെയാണ്. ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോകാം. ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയൻറ്റും ഈ ഒരു വേരിയൻ്റാണ്. ഇൻറ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ എന്ന് പറയാം. ഡോർ പാഡിലേക്ക് വന്നാലും ഒരു ലൈറ്റ് ബ്ലൂ കളർ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ബ്ലൂയിഷ് തീമാണ് കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല, ഫുഡ് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു. സ്പീക്കർ ഗ്രില്ല് കാണാനായിട്ട് പറ്റും. സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഫാബ്രിക് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കാണാം. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. പുഷ് ബട്ടൺ സ്റ്റാർട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. AC വെൻസ് ചുറ്റുമെല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാനായിട്ട് പറ്റും. ഇനി അകത്തുനിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന്
ചെക്ക് ചെയ്യാം. വെന്യൂ HS6 വേരിയന്റിന്റെ ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡിന്റെ അതേ ലുക്ക് തരുന്ന ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് തരുന്ന ഒരു ഇന്റീരിയർ നമുക്ക് HS6 വേരിയന്റിലാണ് വരുന്നത്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്, 4 സ്പോക്ക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. അത് എല്ലാ വേരിയന്റിലും കോമൺ ആയിട്ടാണ് വരുന്നത്. ഇടതുവശത്ത് നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻസും വലതുവശത്ത് മ്യൂസിക്കിന്റെ കൺട്രോൾസുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ടർബോ വേരിയന്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും കൂടി ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷനോട് കൂടി സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ടെലസ്കോപ്പിക്ക് വരുന്നില്ല, ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്പീഡോമീറ്ററും RPM മീറ്ററും ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് അറിയാനായിട്ട് പറ്റും. TPMS, റിയൽ ടൈം മൈലേജ്, ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, അങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും വരുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേയുടെ കളർ ടോൺ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിനകത്ത് വരുന്നുണ്ട്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 10.25 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. എല്ലാ വേരിയന്റുകളും ബേസ് വേരിയന്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ സിമിലർ സ്ക്രീനാണ് വരുന്നത്. അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള സ്ക്രീന് കാര്യങ്ങളാണ് വരുന്നത്. ഇതിനകത്ത് 4 സ്പീക്കറും 2 ട്യൂട്ടേഴ്സും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേറെ സബ് ഊഫറോ കാര്യങ്ങളൊന്നും തന്നെ ഈ വേരിയന്റിൽ വരുന്നില്ല. നല്ല ഡീസന്റ് ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു റിവേഴ്സ് ക്യാമറയും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടിയ ക്യാമറയാണ്. നമ്മൾ തിരിക്കുന്നതിനനുസരിച്ച് ഗൈഡ് ലൈൻസ് മൂവ് ചെയ്യുന്നത് കാണാം. പാർക്കിംഗ് സെൻസേഴ്സും ഇതിനകത്ത് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. വേറെ പ്രത്യേകിച്ച് ഇതിൻ്റെ ബാക്ക് വശം കുറച്ചുകൂടി സൂം ചെയ്ത് കാണാനും പിന്നെ ബാക്കിലെ ഫുൾ വ്യൂ കാണാൻ, അങ്ങനെ കുറച്ച് സറൗണ്ട് വ്യൂ ആയിട്ട് വൈഡ് ആംഗിൾ ഓപ്ഷൻസ് ഫുൾ സ്ക്രീനിൽ കാണാൻ, അങ്ങനെ 1-2 ഓപ്ഷൻസ് അഡീഷണൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതല്ലാണ്ട് നമുക്ക് ഡയറക്റ്റ്ലി ക്യാമറ ആക്സസ് ചെയ്യാനുള്ള ഒരു ബട്ടൺ സ്റ്റിയറിംഗ് വീലിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ബാക്ക് ക്യാമറ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് AC വെൻസ് കൊടുത്തിരിക്കുന്നു. ഈ പോർഷൻസിലെല്ലാം നമുക്കൊരു വൈറ്റ് ഫിനിഷാണ്. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇവിടെ വെന്യൂ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാനായിട്ട് പറ്റും. താഴേക്ക് വന്ന ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് ഈ വേരിയന്റിൽ വരുന്നത്. ഇപ്പോൾ 1.2 പെട്രോൾ എഞ്ചിനിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്ന വേരിയന്റ് HS6 മാത്രമാണ്. അതിനകത്ത് മീഡിയയുടെ കുറച്ച് കൺട്രോൾസ് ബട്ടണുകൾ ഇവിടെ കാണാം. AC-യുടെ കുറച്ച് കൺട്രോൾസ് താഴെ കൊടുത്തിരിക്കുന്നു. പിന്നെ 2 ഫിസിക്കൽ ബട്ടണുകൾ വോളിയം ആൻഡ് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ഈ വരുന്നത് നമുക്ക് വയർലെസ് ചാർജറിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴേക്ക് വന്നാൽ നമുക്കിവിടെ ഡ്യുവൽ യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു Type-C പോർട്ട് കാണാനായിട്ട് പറ്റും. പിന്നെ Type-C ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ടും ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ 5 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കാണാം. ഇവിടെ താഴെയായിട്ട് നമുക്ക് വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ഈ ഒരു ബട്ടൺ മീൻസ് ക്യാമറയുടെ ഒരു ഓപ്ഷൻ മാത്രമാണ്. ഈ ഒരു ടോപ്പ് എൻഡിൽ വരുന്ന കീ 1.2 പെട്രോൾ എഞ്ചിനിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു വേരിയന്റിൽ മാത്രമാണ്. ലോക്ക് ആൻഡ് അൺലോക്കിൻ്റെ ഓപ്ഷൻ മാത്രമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ടർബോയിലേക്ക് പോയി കഴിഞ്ഞാൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി അഡീഷണൽ ഇതിനകത്ത് വരുന്നുണ്ട്. സെൻറ്റർ ആംറസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് അത്യാവശ്യം ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാണാം. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ്. സീറ്റിൻ്റെ ഈ അപ്പർ പോർഷൻ ഒരു വൈറ്റ് ഫിനിഷിലും താഴെ ഒരു ഡാർക്ക് ഗ്രേ കളറിലുമാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവേഴ്സുകൾ, സൺവൈസേഴ്സ് വരുന്ന മിററൊന്നും കൊടുത്തിട്ടില്ല. സെൻറ്റർ IRVMs മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ്. അകത്ത് റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ടാണ് വരുന്നത്. ഡ്രൈവർ സൈഡിലും സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഒരു സിംഗിൾ ഡിൻ സൺറൂഫ് കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. ബാക്കിലേക്കും റീഡിംഗ് ലൈറ്റ് കാണാം, അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഗ്ലോ ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് കാണാം. അതിനകത്ത് കൂൾഡ് ഫീച്ചർ കാര്യങ്ങളൊന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ 1.2 പെട്രോൾ എഞ്ചിൻ എടുക്കുന്നവർക്ക് വരുന്ന ടോപ്പ് എൻഡ് വേരിയൻ്റാണ് ഈ HS6 വേരിയൻറ്റ്. പിന്നെ നമ്മളുടെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന സെക്കൻഡ് വേരിയൻറ്റും HS6 വേരിയൻറ്റ് തന്നെയാണ്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഈ വേരിയൻറ്റിൽ നമുക്ക് സൺ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. 4-in-1 കൺട്രോളാണ്. സ്പീക്കറുകളിൽ കൊടുത്തിരിക്കുന്നത്. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് ഒന്നും തന്നെ വരുന്നില്ല. ബാക്കിലേക്ക് നമുക്ക് 2 Type-C ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. AC വെൻസ് കൊടുത്തിരിക്കുന്നതാണ്. വളരെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന രീതിയിലാണ് സീറ്റിൻ്റെ ഡിസൈൻ വരുന്നത്. അതുകൊണ്ട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാനായിട്ട് പറ്റും. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 12 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് ആണ്. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. ഇപ്പോൾ 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. സൺറൂഫ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പണിംഗ് ഇവിടം വരെ വരുന്നുള്ളൂ. നമുക്ക് സെൻറ്റർ മൗണ്ടറായിട്ട് ഇവിടെ റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട്. ബാക്കിലേക്ക് ഗ്രാബ് ഹാൻഡിൽ വിത്ത് ഹുക്ക് കാര്യങ്ങളാണ് വരുന്നത്. ഈ വേരിയന്റിൽ നമുക്ക് പാഴ്സൽ ട്രേയും കാണാനായിട്ട് പറ്റും. അപ്പോൾ അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വെന്യൂവിൻ്റെ വേരിയൻ്റ് എന്ന് നമുക്ക് ശരിക്കും HS6 വേരിയന്റിനെ വിളിക്കാം. വെന്യൂവിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ADAS ലെവൽ 2 പോലെയുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും.
നമ്മൾ ഈ റിവ്യൂ ചെയ്യുന്ന HS6 വേരിയൻറ്റിൽ 1.2 പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അത് 1.2 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ്. നമ്മുടെ VT പെട്രോൾ എഞ്ചിൻ 82 HP ആണ് പവർ തരുന്നത്. ഡീസൻറ്റ് പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ എന്ന് പറയാം. എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ നോക്കുകയാണെങ്കിൽ വെന്യൂവിൽ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനും ഇത് തന്നെയാണ്. പവർ കമ്പാരിറ്റീവ്ലി കുറവാണ്. നമ്മുടെ i10 i20 കാണുന്ന ആ ഒരു എഞ്ചിൻ ഇത്ര വലിപ്പമുള്ള വലിയ വാഹനത്തിലേക്ക് വെക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന പവർ ലാഗ് തീർച്ചയായിട്ടും വെന്യൂവിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. മൈലേജ് നോക്കുകയാണെങ്കിൽ ഒരു 12-13 ആവറേജ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതിയാകും. അപ്പോൾ HS6 എടുക്കുന്നവർ മിനിമം, അല്ലെങ്കിൽ വെന്യൂ എടുക്കുന്നവർ മിനിമം ഐദർ ഡീസൽ എടുക്കുക അല്ലെങ്കിൽ ടർബോ പെട്രോളിലേക്ക് പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. ഈ വാഹനത്തിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ HS6 വേരിയൻറ്റ് നിങ്ങൾ കാണുന്ന വാഹനം 12,47,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇതിൽ HX6 നമുക്ക് ടർബോ പെട്രോൾ വരുന്നുണ്ട് 12,79,000 രൂപ. വെറും 30,000 രൂപ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടർബോ പെട്രോൾ എടുക്കാനായിട്ട് പറ്റും, വിച്ച് ഈസ് വെരി ഗുഡ്. അതുപോലെ തന്നെ കൺസിഡർ ചെയ്യേണ്ട ഒരു വേരിയൻ്റാണ് ഇതിൻ്റെ ടർബോ ഓട്ടോമാറ്റിക്. ആ വാഹനത്തിന് 14,24,000 രൂപ. പെട്രോളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1.5 ലക്ഷം രൂപയും കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓട്ടോമാറ്റിക് കിട്ടും. വെന്യൂവിലെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് വേരിയൻറ്റ് ഈ ഒരു വേരിയൻറ്റ് തന്നെയാണ്. ഇനി ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ HX2 വേരിയൻറ്റ് 1.2-ന് നമുക്ക് വരുന്ന പ്രൈസ് 9,25,000 രൂപയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെന്യൂ നോക്കുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വെന്യൂ മാത്രമല്ല ഹ്യുണ്ടായുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.